പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതൊരു ഭീകര രാഷ്ട്രമാണ്. അത് ഇപ്പോൾ രഹസ്യ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അമേരിക്കയാണോ പാകിസ്ഥാൻ്റെ ലക്ഷ്യം? ഈ വളർത്തിയ അല്ലെങ്കിൽ പാലൂട്ടിയ കൈക്ക് തിരിച്ചു കൊത്തുക എന്ന് പറയുന്നത് ജിഹാദികളുടെ ഒരു സ്വഭാവമാണ്. അത് തന്നെ ആയിരിക്കും അല്ലേ പാകിസ്ഥാൻ കാണിക്കുക? അതായത് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് ഒരു കാലത്ത് അമേരിക്ക പാകിസ്ഥാനെ ആക്രമിക്കുമെന്നുള്ളത്. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ 170 ആറ്റം ബോംബുണ്ട്. ഇത് ഈ ആണവ നിർവ്യാപന കരാറിൻ്റെ പരിധിയിൽ വരാത്ത സംഗതിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതായത് ഇറാനെ അമേരിക്ക എന്തുകൊണ്ട് ആക്രമിച്ചു, അതേ പരിഗണനയിൽ പാകിസ്ഥാനെ ഒരു പക്ഷേ അമേരിക്ക ആക്രമിക്കുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അമേരിക്കയുടെ ഏതെങ്കിലും നഗരത്തെ പാകിസ്ഥാനിൽ നിന്ന് ആക്രമിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങി. അതും ചൈനയുടെ പിന്തുണയോടുകൂടി, അമേരിക്കയുടെ ബദ്ധശത്രുവായ ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്ട് 5500 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ ആണവായുധം വഹിക്കാനായിട്ടുള്ള ശേഷിയുമുണ്ട്. അതാണ് ആ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് വാഷിങ്ടൺ പോസ്റ്റാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അമേരിക്ക ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം പാകിസ്ഥാൻ്റെ ബദ്ധശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏത് നഗരത്തെ ആക്രമിക്കണമെങ്കിലും ഈ 5500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലിൻ്റെ ആവശ്യം പാകിസ്ഥാനില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തം. നിലവിൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഏറ്റവും മികച്ച മിസൈൽ എന്ന് പറയുന്നത് ഷഹീൻ വിഭാഗത്തിൽപ്പെടുന്ന മിസൈലുകളാണ്. അത് ഇതാണ് ഷോർട്ട് മീഡിയം റേഞ്ച് മിസൈലാണത്. ഏതാണ്ട് 2700 കിലോമീറ്ററാണ് അതിൻ്റെ പരമാവധി ദൂരപരിധി. അപ്പോൾ അത്തരത്തിലൊരു മിസൈൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കുന്നുള്ളത് ഏറെ നിഗൂഢമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാവുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ഒരു പക്ഷേ ഇറാനെ ആക്രമിച്ച മാതൃകയിൽ തങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഭയം. രണ്ടാമത്തത്, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൊടുത്ത തിരിച്ചടി. അപ്പോൾ അതിൽ പാകിസ്ഥാൻ ഒരു പാഠം പഠിച്ചു. ഇന്ത്യയെ വെല്ലി നിൽക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ എതിരിട്ട് നിൽക്കാൻ പര്യാപ്തമായ ആയുധശേഷി ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആയുധങ്ങൾ സംഭരിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് പാകിസ്ഥാൻ കടന്നിരിക്കുന്നത്. അപ്പോൾ ആയുധങ്ങൾ സംഭരിക്കാനുള്ള പണം എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു വലിയ കടമ്പയാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികൾ, ലോകബാങ്ക് അടക്കമുള്ള ഏജൻസികളിൽ നിന്നും വ്യാജ പ്രചരണങ്ങൾ നടത്തി പണം പരമാവധി സ്വരൂപിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പണമെല്ലാം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടും എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ പ്രബലമാവുകയാണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വരുന്ന ഡിസംബറിൽ പാകിസ്ഥാന് കിട്ടും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു ക്ഷീണമാണ്. കാര്യം ഇന്ത്യ റഫേൽ അടക്കമുള്ള 4.5 ജനറേഷൻ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു ആഘാതം ഏൽപ്പിച്ചത്. അപ്പോൾ അതിനെ മറികടക്കാനാണ് അവർ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. രസകരമായ സംഗതി, പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയിരുന്നു. അപ്പോൾ അവിടെ ട്രംപ് വിരുന്ന് സൽക്കാരമൊക്കെ കൊടുത്തതിന് ശേഷം അസീം മുനീറിന് 5ാം തലമുറ വിമാനങ്ങളും അതേപോലെ തന്നെ ദീർഘദൂര മിസൈലുകളൊക്കെ ഓഫർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ നിൽക്കെയാണ് ഇപ്പുറത്ത് വന്നിട്ട് അമേരിക്കയ്ക്കെതിരെ ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ആയുധങ്ങൾക്ക് ഒപ്പുകൂട്ടുന്നതെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചും ഇത് പാകിസ്ഥാൻ്റെ നീക്കം ഇന്ത്യയെ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏതാണ്ട് 40,000 കോടി രൂപയുടെ സൈനിക ബജറ്റ് അല്ലെങ്കിൽ അലോക്കേഷൻ വിവിധ സേനകൾക്ക് 3 സേനകൾക്കുമായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. അതിൽ 2,000 കോടി രൂപയുടെ അടിയന്തരമായി കുറേ ആയുധങ്ങൾ ഇപ്പോൾ വാങ്ങി. അതിൽ ഈ പറയുന്ന പോലെ സൈനികരുടെ സുരക്ഷയ്ക്കാണ് പ്രധാന പരിഗണന കൊടുത്തിരിക്കുന്നത്. അതായത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ബാലിസ്റ്റിക് പ്രതിരോധമുള്ള ഹെൽമെറ്റുകൾ, അതേപോലെ ഡ്രോണുകൾ, റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചെറു വിമാനങ്ങൾ, കവചിത വാഹനങ്ങൾ, ഇതെല്ലാം അടക്കമാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. പിന്നെ രഹസ്യമായി ഇന്ത്യയും 5ാം തലമുറ വിമാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് സുഖോയ് 57 എത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നോ അതിൻ്റെ 2 ഇരട്ടി വേഗതയിൽ ഇന്ത്യയും നീങ്ങുന്നുണ്ട്. പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അത് തയ്യാറാക്കി വരുന്ന സമയം കൊണ്ട് ഇന്ത്യയും അതിനെ നേരിടാനുള്ള പര്യാപ്തമായ രീതിയിൽ ഇന്ത്യ എത്തുമെന്ന് വേണം കരുതാൻ. തീർച്ചയായും. അതായത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഏത് രീതിയിൽ പ്രവർത്തിക്കും ഭാവിയിൽ എന്നുള്ളതിൻ്റെ ഒരു സൂചന പാകിസ്ഥാനുണ്ട്. കാരണം തന്നെ പോലെ അടുത്തിരിക്കുന്നവൻ അടി കൊള്ളുമ്പോൾ തനിക്കത് കൊള്ളില്ല എന്ന് ഒരു മണ്ടനെ വിചാരിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു അല്പം സാമാന്യ ബുദ്ധി, ഈ പറയുന്ന ജന്തുജന്യമായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, ആ യുക്തിയുള്ളവനും ബുദ്ധിയുള്ളവനും സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും ഇന്ന് അവനാണ് കൊണ്ടെങ്കിൽ നാളെ എനിക്ക് കൊള്ളാം.
ഉറപ്പാണ്. ആ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇറാൻ എന്തുകൊണ്ടാണ് ഈ അടി കിട്ടിയത് എന്നുള്ളത്. മുമ്പ് ഇറാൻ ഈ പറയുന്ന ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതെ. ഇറാഖിനോട് എന്തായിരുന്നു പ്രശ്നം? ഇറാഖിൽ ഒന്നുമില്ലായിരുന്നിട്ട് പോലും പ്രശ്നമായിരുന്നു. ഇതാ കണ്ടില്ലേ അവരുടെ കയ്യിൽ രാസായുധം, അവരുടെ കയ്യിൽ ജൈവായുധം, അവരിതാ നിങ്ങൾക്ക് നേരെ, ലോകത്തിന് നേരെ ഇത് പ്രയോഗിക്കാൻ പോകുന്നു. ഇതായിരുന്നു അമേരിക്ക ഇറാഖിന് നേരെ പറഞ്ഞത്. അതേ ന്യായീകരണമാണ് ഇവർ ഇന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കി നാളെ ഇസ്രയേലിനെ അമേരിക്ക അടിക്കുമെന്നുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇറാന്റെ കാര്യത്തിൽ സാധ്യതയുണ്ട്, ഇറാഖിന്റെ കാര്യത്തിൽ അതില്ലായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ കയ്യിൽ ഇത് ഓൾറെഡി ഉണ്ട്. ഇത് ഉണ്ടാക്കി അടിക്കുമെന്നുള്ള ഇറാനെ കുറിച്ചുള്ള കൺസേൺ അല്ല ഇവിടെ പാകിസ്ഥാനെ കുറിച്ചുള്ള. പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. ചൈന ഇടപെട്ടാൽ, ഇല്ലെങ്കിൽ മറ്റൊരു തീവ്രവാദ ശക്തി ഇടപെട്ടാൽ, അമേരിക്ക ശത്രുവാണ് എന്ന് അവിടെ ഇരിക്കുന്ന ഭരണത്തലവന്റെ തലയിലൊന്ന് തോന്നിയാൽ ഇവന്മാർ ജിഹാദിന് വേണ്ടി അതെടുത്ത് അടിക്കും. ഇതിന്റെ പിന്നിൽ വേറൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ ഇറാനിൽ ആറ്റം ബോംബുണ്ട് അല്ലെങ്കിൽ ആണവായുധമുണ്ട് എന്നുള്ള പ്രചാരണം അത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആണ്. പാകിസ്ഥാനിൽ നിന്ന് രഹസ്യമായി കടത്തിക്കൊണ്ടുപോയ റിയാക്ടറുകളുടെ ഭാഗമാണ് അവിടെ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചതെന്നുള്ള വിവരം അമേരിക്കയ്ക്കുണ്ട്. ഇസ്ഫഹാനിൽ 3 റിയാക്ടറുകളുണ്ട്. അത് 3ഉം ചൈനീസ് നിർമ്മിതമാണ്. സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ വഴി അല്ലാതെ വേറെ വഴിയൊന്നും എത്താൻ സാധ്യതയില്ല. പിന്നെ പോരാത്തതിന് 170 ശാസ്ത്രജ്ഞർ ഇസ്ഫഹാനിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് റഷ്യക്കാരാണ്. അപ്പോൾ അവിടെ 900 ഗ്രാം ഈ പറയുന്ന സമ്പുഷ്ട യുറേനിയം ബോംബ് യൂസിനുള്ളത് അതവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇസ്ഫഹാൻ ആക്രമിച്ചിട്ടില്ല. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിലോ അമേരിക്കൻ ആക്രമണത്തിലോ ഇസ്ഫഹാൻ ആക്രമിക്കാത്തതിന് കാരണം അത് ചൈനയുടെ റിയാക്ടറുകളും അവിടെയുള്ളത് റഷ്യയുടെ ജോലിക്കാരുമാണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചൈനയും റഷ്യ ഇടപെടും. ചൈന ഇടപെട്ടില്ലെങ്കിലും റഷ്യ ഇടപെടും. കാരണം ചൈനയ്ക്ക് ഈ പറയുന്ന 3 റിയാക്ടറുകളും ഡ്യൂപ്ലിക്കേറ്റും പടക്കോപ്പുമാണ്. ചൈനയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ റഷ്യയുടെ 170 ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് അത് റഷ്യയ്ക്ക് വലിയ കാര്യമാണ്. പുടിൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഡയലോഗ് അടിക്കില്ല. പക്ഷേ ഡയലോഗ് അടിക്കേണ്ട കാര്യത്തിൽ അടിക്കും, ഇടപെടേണ്ട കാര്യത്തിൽ ഇടപെടും. അമേരിക്ക കയറി ഇടപെട്ടാൽ അവിടെ ഉറപ്പായിട്ടും റഷ്യ കയറും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അത് ഇസ്രയേലിനെ ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഇസ്രയേൽ ഈ പറയുന്ന കാര്യത്തിന്, ഇസ്ഫഹാന്റെ കാര്യത്തിനകത്ത് അധികം ഇടപെടാത്തത്. എന്തായാലും പാകിസ്ഥാൻ ഒരു ബോധ്യമുണ്ടായി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങും. കണ്ടവനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്ന പരിപാടി ഉണ്ടല്ലോ പാകിസ്ഥാൻ്റെ, അതൊന്ന് കുറയാനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ശീലം മറക്കില്ല പാകിസ്ഥാൻ എന്നുള്ളതാണ്. കണ്ടവനെ വിളിച്ച് കയറ്റി തൻ്റെ മുറി തുറന്നു കൊടുക്കുന്ന സ്വഭാവം പാകിസ്ഥാന് പണ്ടേ ഉണ്ട്. അത് അമേരിക്കയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ചൈനയും കൂടെ പങ്കിടുന്നു. അതേ കിടപ്പുമുറി ചൈനയും കൂടെ പങ്കിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അമേരിക്ക രാത്രി വന്നിട്ട് പോവുകയാണെങ്കിൽ ചൈന പകലായിരിക്കും വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ഗതികെട്ട ജീവിതം അവസാനിക്കണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തി വരികയും അഴിമതി അവസാനിപ്പിക്കുകയും തീവ്രവാദത്തിന് ഫണ്ട് കൊടുക്കുന്നത് മതിയാക്കുകയും ചെയ്തിട്ട് സ്വന്തം ജനങ്ങളെ സ്നേഹിക്കണം. ഇസ്രായേൽ പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. ദ പ്രോജക്റ്റ് ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് അവർ പറയാറുണ്ട്, നിങ്ങൾ ഞങ്ങളെ വെറുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നു. പാകിസ്ഥാൻ അതാ ചെയ്യേണ്ടത്. സ്വന്തം ജനതയെ സ്നേഹിക്കണം ഇന്ത്യയെ വെറുക്കുന്നതിനേക്കാൾ. അപ്പോൾ ജിഹാദിന് പോകാൻ തോന്നില്ല. അപ്പോൾ സ്വന്തം കുട്ടികൾക്ക് അരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും, അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും, വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. അതോടെ പാകിസ്ഥാൻ സ്വന്തം നിലയ്ക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ പട്ടേലറുടെ സിനിമയില്ലേ, വന്ന് പട്ടേലറിൻ്റെ സെൻറ്റിന് എന്താ മണം, അല്ലെങ്കിൽ ചൈന വന്ന് കിടന്നിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക വന്ന് കിടന്നിട്ട് പോകുമ്പോൾ എന്താ രസം, 5ാം തലമുറ യുദ്ധവിമാനമാണ് കിട്ടിയത്. ആ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഗോപകുമാർ അഭിനയിച്ച കഥാപാത്രത്തിലേക്ക് പാകിസ്ഥാൻ തരം താഴും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിൽക്കണം. ഇവിടെ പാകിസ്ഥാൻ ഈ മൂവ് എന്തായാലും നല്ലതാണ്. പക്ഷേ നമുക്ക് നേരെയാണ് വരുന്നതെങ്കിൽ നല്ല പണി കിട്ടും. അമേരിക്കയ്ക്ക് നേരെയാണെങ്കിൽ പാകിസ്ഥാൻ ഇല്ലാതാവും എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളുടെ ലക്ഷണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.